സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഇറാൻ വേർഷനുമായിട്ടാണ് മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഏതവനോ അവൻ വന്നിരിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിന്റെ കഴുത്തോ കക്ഷമോ തോളോ ഏതോ ഒരു ഭാഗം കണ്ടപ്പോൾ KSRTC ബസ്സിനകത്തിരുന്ന് സ്വയംഭോഗം ചെയ്ത സവാദടിയന് പൂമാലയിട്ട് സ്വീകരിക്കാൻ ജയിലിന്റെ മുറ്റത്ത് ചെന്ന അതേ ആൾക്കാർ തന്നെ ഇപ്പോൾ പറയുന്നു പുറത്തിറങ്ങി നടക്കുന്ന സ്ത്രീകൾ വേശ്യകളാണത്ര. ഇതെന്തോ ഇറാനോ അഫ്ഗാന്റെ നിയമങ്ങളാണോ നമ്മുടെ രാജ്യത്ത് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ബാസില് പറയുന്നു അർദ്ധനഗ്നയായ ഒരു പെണ്ണിനെ കണ്ടാൽ പുരുഷന് കേറി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതല്ലാത്ത പുരുഷന്മാരൊക്കെ കള്ളന്മാരാണ്, അവർ നുണ പരിശോധനകൾക്ക് വിധേയമാകേണ്ടവരാണെന്ന് പറയുന്നു. അപ്പോൾ മതചിന്തകൾ എവിടെ നിൽക്കുന്നു എന്നും പൊതുബോധത്തിന്റെ ഒരു 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 പരിതാപകരമായിട്ടുള്ള സാഹചര്യം എന്താണെന്നും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു പെൺകുട്ടി ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വരുന്നുണ്ട്, കേട്ടോ. ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ അളക്കാൻ ആരാണ് നിങ്ങൾ? തിരുവനന്തപുരം മിഡ് നൈറ്റ് ഫ്രീഡത്തെ കുറിച്ച് പരാമർശിച്ച ഈ പുരുഷനോടാണ് എന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരിക്കലും ഞാൻ സ്ത്രീയെയും പുരുഷനെയും വേറിട്ട് കാണിക്കുന്നതല്ല. ഏത് ജെൻഡറിലും ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ ഒരിക്കലും ഞാൻ വേർതിരിവോടുകൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടുമല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ് മനുഷ്യന്മാരെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വേർതിരിവുള്ള കണ്ണുകളോട് കൂടി കാണാനും ഇതുപോലെ അശ്ലീല ചൊവ്വയുള്ള വാക്കുകളോട് കൂടി സംസാരിക്കാനും സാധിക്കുന്നത്? ഒരു സ്ത്രീ രാത്രി പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവളുടെ സ്വഭാവത്തിന് നിങ്ങൾ ഒരു വേശ്യയായിട്ടും അത്രയും മോശക്കാരിയായിട്ടും ഇതുപോലെ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള പരാമർശങ്ങൾ ഉന്നയിക്കാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു ക്യാമ്പയിൻ വെച്ചത് എന്ന് പോലും ചിന്തിക്കാതെ അതെ ഒരു സ്ത്രീ പാതിരാത്രി ഇറങ്ങി നടക്കുമ്പോൾ അവൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇവന്റെ അമ്മ രാത്രി പുറത്തിറങ്ങാറില്ലേ? ഇവന് ഭാര്യയുണ്ടോ, പെങ്ങളുണ്ടോ, മകളുണ്ടോ, ഇവന്റെ കുടുംബത്തിൽ സ്ത്രീകളുണ്ടോ എന്നൊന്നും അറിയില്ല. ചോദിച്ചു പോകുന്നതാണ്. അവരാരും രാത്രിയിൽ പുറത്തിറങ്ങാറില്ലേ? ഇനിയും പുറത്തിറങ്ങുന്നെങ്കിൽ വേശ്യാവൃത്തിക്ക് ഇറങ്ങുന്നതാണ് എന്നല്ലേ ഇവൻ പറഞ്ഞത്. ഇതുപോലെയുള്ള അവകാശങ്ങൾ നൽകുന്നത് എന്ന് പറയുന്ന രീതിക്കുള്ള ഒരു ചിന്ത എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതെ, അവൾക്കും ഈ പൊതുസമൂഹത്തിൽ ഒരു ഭയവുമില്ലാതെ സഞ്ചരിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു മെസ്സേജ് മാത്രമായിരുന്നു അത്. അതല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിൽ ഇത്രയും വികൃതമായ രീതിയിലുള്ള നടത്തത്തിനും നടപടിക്കും വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. ഈയിടയ്ക്ക് തമ്മിൽ പ്രോഗ്രാമിൽ പോലും നമ്മൾ നേർക്കുനേർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള ഒരിക്കലും സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ സമത്വത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകൾ ഉണ്ടാകുമ്പോൾ പുരുഷന്മാർക്കും അവർക്ക് വേണ്ടി സംസാരിക്കാനും എന്തുകൊണ്ട് ഇതൊന്നും ആയിക്കൂടാ എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലും ഞാൻ എതിരല്ല. സ്ത്രീകൾ മാത്രമാണ് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മോശമായ അനുഭവങ്ങൾക്ക് ഇരയായി മാറുന്നത് എന്നുള്ള ഒരു അവകാശം എനിക്കില്ല. ഒരുപാട് പുരുഷന്മാർ, ഒരുപാട് ആൺകുഞ്ഞുങ്ങൾ, ഒരുപാട് പ്രായമായ മുതിർന്ന പുരുഷന്മാർ അടക്കം ഒരുപാട് പേർ ഈ സമൂഹത്തിൽ ഒരുപാട് ചൂഷണങ്ങൾക്കും ഒരുപാട് അക്രമം. ഇത് നമുക്കറിയാം. സ്ത്രീകളുടെ പീഡനങ്ങൾ കാരണം ഒരുപാട് പുരുഷന്മാർക്ക് ജീവൻ ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും തുറന്നു പറയാൻ പറ്റാതെ ഉള്ളിൽ കിടന്ന് വിങ്ങി വിതുമ്പുന്ന ആണുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞതും വാർത്ത ചെയ്തതും ശക്തമായ രൂപത്തിൽ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും വിമർശിക്കുകയും ചെയ്ത ഒരു സ്ത്രീയാണ് ഷിംജിത എന്ന് പറയുന്ന സ്ത്രീ. ഇപ്പോഴും അവൾ വന്നിട്ടുണ്ട്. അവള് മുലകളും താങ്ങി ബസ്സിനകത്ത് പോയി കയറി. എന്നിട്ട് അവൾ എന്താ ചെയ്തത്? ദീപക് എന്ന് പറയുന്ന ഒരു യുവാവിന്റെ പുറത്ത് മുലയുരച്ചു. വിഷം തീണ്ടിയാൽ പോലും ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്താം. ഒടുവിൽ ആ യുവാവ് അപമാന ഭാരത്താൽ സ്വയം ജീവൻ ഒടുക്കി. എന്താ കാരണം? അവള് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് AI ഉപയോഗിച്ച് ശരിക്കും അവൻ ഇങ്ങോട്ട് വന്ന് ഒരയ്ക്കുന്നത് പോലെയാക്കി ഇവൾ അങ്ങോട്ട് പോയി ഒരച്ചിട്ട് മാനാപമാനം വല്ലാത്തതാണ്. അവന് മാനത്തിന് ഭംഗമേറ്റു എന്ന് മനസ്സിലായപ്പോൾ ആ യുവാവ് സ്വയം ജീവനൊടുക്കി. കാരണം അവനൊരു പിതാവാണ് ഒരു പെൺകുട്ടിയുടെ.
ഒരു സ്ത്രീയുടെ ഭർത്താവാണ്, മറ്റൊരു സ്ത്രീയുടെ മകനാണ്, മറ്റൊരു സ്ത്രീയുടെ സഹോദരനാണ്, മറ്റനേകം സുഹൃത്തുക്കളുടെ കുടുംബാംഗങ്ങളിൽ ഒരാളാണ് അവൻ ഇനി അവരുടെ മുഖത്ത് നോക്കണം. മറ്റൊരു പെണ്ണിന്റെ മുല കണ്ടപ്പോൾ ഉരയ്ക്കാൻ പോയവനാണ് എന്ന് ആളുകൾ പറയും. അത് മരണം വരെ നിലനിൽക്കുകയും ചെയ്യും. യാതൊരു കൂസലുമില്ലാതെ അവളിതാ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ സാരി ഉടുത്തും പൊട്ടുതൊട്ടും ദാ ആർമാദിക്കുന്നു കിടന്നൊരു യുവാവിനെ കൊന്നിട്ട്. ആർക്ക് പോയി? അപ്പോൾ ഒരിക്കലും പുരുഷന്മാർ ഈ സമൂഹത്തിൽ സേഫ് ആണ് എന്ന ഒരു അഭിപ്രായം നമുക്ക് ആർക്കുമില്ല. എന്തായിരുന്നാലും മെൻസ് അസോസിയേഷന്റെ ആളു പറഞ്ഞ തെണ്ടിത്തരം ഒരൊന്നൊന്നര തെണ്ടിത്തരമാണ്. അവന്റെ പെങ്ങളും അവന്റെ അമ്മയും അവന്റെ മകളും ഭാര്യയുണ്ടെങ്കിൽ അവരും ഒക്കെ ഇതിനകത്ത് ബാധകമാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാറിനെതിരെ പുരുഷാവകാശ പ്രവർത്തകർ തന്നെ രംഗത്ത് വരികയാണ്. പരാമർശം ദൗർഭാഗ്യകരമെന്നും കേസ് എടുക്കണമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അജിത് കുമാർ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണം. അജിത് കുമാർ തീവ്ര നിലപാടുള്ള വ്യക്തിയാണ്. മെൻസ് അസോസിയേഷന്റെ പൊതു നിലപാടല്ല അജിത് കുമാർ പറഞ്ഞത്. TG മോഹൻദാസിന്റെ പരാമർശത്തിന് ചോദിക്കട്ടെ, ഈ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവുകോൽ ഇവനെയൊക്കെ ആരാണ് ഏൽപ്പിച്ചത്? കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ എന്ന ഒരു പരിപാടിയിൽ സംഗമിക്കുമ്പോൾ ഹനാന്റെ വേഷം കണ്ടിട്ട് വളരെ മോശമായ രൂപത്തിൽ ഇവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു പെണ്ണിനെ ബഹുമാനിക്കണോ വേണ്ടയോ എന്ന് അവളുടെ വേഷം കണ്ട് തീരുമാനിക്കുമെന്ന്. നിങ്ങൾ പുറത്തു നടക്കുന്ന ഈ ബോളിവുഡിലൊക്കെയുള്ള സിനിമാ താരങ്ങളുടെ പ്രോഗ്രാംസ് ഒന്നും കണ്ടിട്ടില്ലേ? അവര് വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായിട്ട് തന്നെയല്ലേ വരാറുള്ളത് എന്ന് കരുതി ആ വസ്ത്രം നോക്കി അവരുടെ വേഷം നോക്കിയിട്ടാണോ ഒരാളെ നിങ്ങൾ ആദരിക്കാറുള്ളത്? അങ്ങനെയാണെങ്കിൽ പണ്ട് കാലങ്ങളിലുള്ള വേഷം എന്തായിരുന്നു? അവർക്കൊന്നും ബഹുമാനങ്ങളൊന്നും കിട്ടിയിട്ടില്ലേ? വസ്ത്രം നോക്കി ബഹുമാനിക്കാൻ ഒരു സ്ത്രീ എന്ത് ധരിക്കണം, എത്ര ധരിക്കണം എന്ന് അളക്കാനുള്ള അളവുകൾ ഇവനെയൊക്കെ ആരാണ് ഏൽപ്പിച്ചത്? TG മോഹൻദാസ് പാറ്റാ സമരത്തിൽ ഡൽഹിയിൽ പങ്കെടുത്ത സ്ത്രീകൾ ഫക്ക് മീ എന്ന് പ്ലക്കാർഡും പിടിച്ചു നിന്നപ്പോഴാണ് അത് പറഞ്ഞത്. അങ്ങനെയൊക്കെ ബലാത്കാരം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അതിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് വന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. എമ്മാതിരി മുറവിളി കുട്ടിയാണ് അദ്ദേഹത്തിനെതിരെ അറസ്റ്റും പൊക്കാറും ഉണ്ടായത്. എന്നിട്ട് രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന സ്ത്രീകൾ വേശ്യകളാണ് എന്ന് പറഞ്ഞ മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സേഫ് അല്ലേ? ഫാസ്റ്റ് ഫുഡ് കാരണമാണ് 5 വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും കയറി പിടിച്ചു പോകുന്നത് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞപ്പോൾ സേഫ് അല്ലേ? ലിപ്സ്റ്റിക് ഇടുന്ന പെണ്ണ് വേശ്യയാണ് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞപ്പോൾ സേഫ്. പെർഫ്യൂം അടിക്കുന്ന പെണ്ണ് വേശ്യയാണ് എന്ന് ഹുസൈൻ സലഫി പറഞ്ഞപ്പോൾ സേഫ്. ലെഗിൻസ് ഇടുന്ന പെണ്ണ് വേശ്യയാണ് എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ സേഫ്. ആര് പറയുന്നു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അജിത് കുമാർ പറഞ്ഞതെന്നും രാഹുൽ ഈശ്വർ ബിഗ് ടിവിയോട് പറഞ്ഞു. ഒരു പുരുഷാവകാശ പ്രവർത്തന നിലയിൽ ആദ്യം തന്നെ അത്തരം ദൗർഭാഗ്യകരമായ ഒരു പരാമർശം, അപലപിക്കേണ്ട പരാമർശം കേൾക്കേണ്ടി വന്ന സ്ത്രീജനങ്ങളോട് മാപ്പ് പറയുന്നു. ഒരു കാരണവശാലും ന്യായീകരിക്കാനാവാത്തതാണ് ആ വാക്കുകൾ. സന്തോഷം. ൾക്കും ഇരയാവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എന്നിരുന്നാലും ഇത്രയും അഴുകിയ വാക്കുകൾ ഞങ്ങൾ നിങ്ങളോട് ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്യുക? നിങ്ങൾ പറഞ്ഞ ആ പദപ്രയോഗം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അന്നത്തെ ആ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പറയാം. എത്ര വൃത്തികെട്ട രീതിയിലാണ് നിങ്ങൾ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ഹനാൻ എന്ന് പറയുന്ന ആ കുട്ടിയോട് സംസാരിച്ചത്. ഓക്കെ, നിങ്ങളുടെ കണ്ണുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അപ്രോച്ചോ അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണമാണ് ഇപ്പുറത്തിരിക്കുന്ന ആൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തതാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി ധരിച്ചോളൂ എന്നൊക്കെയുള്ള രീതിക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ അന്ന് ഞാൻ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളാണോ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെയും വിളിക്കാൻ ഇതിൽ താല്പര്യമില്ല. കാരണം നിങ്ങളുടെ ഇത്രയും നീചമായ, അശ്ലീലമായ, ഇത്രയും വികൃതമായ മനസ്സിന് എന്തിനാണോ ആ വീട്ടിലുള്ള പെണ്ണുങ്ങൾ തെറി കേൾക്കേണ്ട ആവശ്യം? ഒരു സ്ത്രീ രാത്രി പുറത്തിറങ്ങാൻ തയ്യാറായി വരുമ്പോഴത്തേക്കും അവളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നിട്ടിറങ്ങി വരുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതുപോലെ രാത്രിയിൽ സഞ്ചരിക്കാൻ പാകത്തിന് ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയ സമൂഹത്തെ, അവൾക്ക് ചുറ്റിലുമുള്ള ഇതുപോലെ ഭയപ്പെടുത്തുന്ന, ഭീതിയുണ്ടാകുന്ന, ഭീഷണിയാകുന്ന ഈ രാത്രിയെ സൃഷ്ടിച്ച ഈ സമൂഹത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ കാണാതെ പോകുന്നതും ചോദ്യം ചെയ്യാൻ മടി? ഒരു സ്ത്രീ പുറത്തിറങ്ങി സഞ്ചരിക്കുമ്പോൾ അത് രാത്രിയാണെങ്കിൽ അവള് വേശ്യയാണ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് വേശ്യാവൃത്തി ചെയ്യാൻ പറ്റില്ല. ഒരു പെണ്ണിന് അതിനെയും ഇവന്റെയൊക്കെ പെങ്ങളാകട്ടെ, മകളാകട്ടെ, അമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, അവർക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം ഈ അന്തരീക്ഷം മലീമസമാക്കിയത് ആരാണ്?
ഈ ബലാത്സംഗ വീരന്മാരെ സൃഷ്ടിച്ചതാരാണ്? പെണ്ണിനെ കണ്ടാലുടനെ അല്പവസ്ത്രമാണോ എന്ന് നോക്കി അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കാണുന്നുണ്ടോ എന്ന് സൂക്ഷ്മ നിരീക്ഷണം വെച്ച് നോക്കി കേറിപ്പിടിക്കാൻ വെമ്പി നിൽക്കുന്ന കാമഭ്രാന്തന്മാരായിട്ടുള്ള നിങ്ങളെ പോലെയുള്ള ആളുകൾ സൃഷ്ടിച്ചെടുത്തതല്ലേ ഈ ഭീകരാന്തരീക്ഷം? നന്ദി.